ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയുണ്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങല്ലരി 3 ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ ഈ അരിയുണ്ട ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അരി നല്ലോണം കഴിയതിന് ശേഷം വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ചീനച്ചട്ടിയിലിട്ടിട്ട് വറുക്കാൻ തുടങ്ങിയത് കേട്ടോ. അരി വറുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിത് വീഡിയോ പിടിക്കണമെന്ന് തോന്നിയത്. അതാണ് ആ ആദ്യത്തെ ഭാഗങ്ങളൊന്നും കാണിക്കാൻ കഴിയാഞ്ഞത്. ഈ റേഷൻ കടയിൽ നിന്നുള്ള വേവില്ലാത്ത അരിയാകുമ്പോൾ നല്ലോണം പൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഈ അരിയൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ 3 വലിയ അച്ച ശർക്കരയാണ് കേട്ടോ ഉരുകാനായിട്ട് വെച്ചിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ശർക്കര ഉരുകുമ്പോഴേക്കും അരിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒരു തരിതരിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. നല്ലോണം നൈസായിട്ട് പൊടിയണ്ട, കുറച്ച് തരിയോടൊക്കെ പൊടിച്ചെടുക്കുക. ഇതുപോലെ ഈ ഒരു പാകത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. 1.5 മുറി തേങ്ങ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചിരകിയെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ ചിരകുമ്പോൾ അടർന്നു പോകുന്ന വലിയ പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ക്രഷ് ചെയ്ത തേങ്ങ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കരയൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇനി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പണ്ട് കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഒരു അരിയുണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചതും രാവിലോസപ്പൊടി ഉണ്ടാക്കി വെച്ചതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അരിപ്പൊടിക്കൂട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് നല്ല പാകമാക്കിയിട്ടുണ്ട്. ഇനി വലിയ ഓരോ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിൽ കുറച്ച് നിലക്കടല വറുത്ത് പൊടിച്ച് ചേർത്തിയാലും കുറച്ച് ഏലക്കപ്പൊടി ഇട്ടാലൊക്കെ അതിലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് അതൊന്നും ഇതിൽ ചേർത്തിയില്ല. ഇതിങ്ങനെ ഉരുളിയാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയപ്പോൾ. അതുകൊണ്ട് ഇനി ഇങ്ങനെ അരി കിട്ടുന്ന സമയത്ത് എല്ലാവരും അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു പലഹാരം കാണുമ്പോൾ എല്ലാവരും ആ പണ്ടത്തെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുപോകും കേട്ടോ. ഇപ്പം കണ്ടില്ല, നല്ലൊരു ലഡുവിൻ്റെ ഒരു ആകൃതിയിലാണ് ഇത് നിൽക്കുന്നത്. കാണുമ്പം തന്നെ ഒരു ഭംഗിയില്ലേ. അതുകൊണ്ട് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.